നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലും അമല മെഡിക്കൽ കോളേജിലും നടക്കുന്ന നേഴ്സസ് സമരത്തെ സംബന്ധിച്ചുള്ള ചില വീക്ഷണങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട ചേഞ്ചുകളിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ പ്രമുഖമായ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ വിലക്കെടുത്ത് ആ ഹോസ്പിറ്റലുകൾ അവർ റൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. എറണാകുളത്താണെങ്കിലും ശരി, തിരുവനന്തപുരത്താണെങ്കിലും ശരി, കോഴിക്കോട്ടാണെങ്കിലും ശരി, ഏറ്റവും പ്രമുഖമായ ആശുപത്രികളൊക്കെ അവർ വാങ്ങിയെടുക്കുകയും അവിടെ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും വലിയ തോതിൽ ആ ഹോസ്പിറ്റലുകളെ എക്യുപ്മെൻറ്റ് വൽക്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ ചേഞ്ചസ് ഈ മേഖലയിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽസും ഇതിനകത്ത് വിറ്റുപോകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം അതിനുള്ള ഒരു ഈ ഹോസ്പിറ്റലിന് മേലെ ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കണ്ണുവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ്. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സായി മാറുകയും ഇവിടുത്തെ ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ളത് മിഡിൽ ക്ലാസ്സായി മാറുകയും മിഡിൽ ക്ലാസ് താഴെ ആളുകളില്ലാത്താവുകയും ചെയ്യുന്ന ഏകദേശം ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. സാമ്പത്തികമായിട്ടൊരു സമൂഹം വളരുമ്പോൾ അവരേറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിലായിരിക്കും, വ്യക്തിപരമായ ആരോഗ്യത്തിലായിരിക്കും. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടേതാണെങ്കിലും ശരി, ചെറുപ്പക്കാരുടെയാണെങ്കിലും ശരി, വൃദ്ധരുടേതാണെങ്കിലും ശരി, ആരോഗ്യം എന്നുള്ളത് എപ്പോഴും സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക പരിഗണനയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഏറ്റവും ബുദ്ധിപൂർവ്വമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന ബിസിനസ് സെക്ടർ. ഒന്നാന്തരം ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് സാധ്യത കണ്ടുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് ഈ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വാങ്ങിയെടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല എന്ന് നമുക്കറിയാം. വലിയ വില കൊടുത്ത് തന്നെയാണ്, ആകർഷകമായ വില കൊടുത്ത് തന്നെയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വിറ്റ് കളയുന്നത്? അവരെന്തുകൊണ്ട് ഇത് വിറ്റ് കളയുന്നു എന്നുള്ളൊരു വിഷയം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഹോസ്പിറ്റൽസ് ഇക്കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, നല്ലൊരു ഹോസ്പിറ്റൽ കൊണ്ടുനടക്കുക എന്ന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന്, അത് സ്കാനിങ് മെഷീൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ആയിക്കൊള്ളട്ടെ, ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. അതുപോലെ തന്നെ ഭയങ്കര മെയിൻ്റനൻസ് കോസ്റ്റുമാണ്, ലൈഫും വളരെ കുറവാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ സംബന്ധിച്ച് അങ്ങേയറ്റം എക്സ്പെൻസീവാണ്, ഭയങ്കര മെയിൻ്റനൻസ് കോസ്റ്റാണ്, ലൈഫ് വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം മൊത്തം അല്ലെങ്കിൽ എല്ലാ മേഖലയും പുരോഗമിക്കുന്നതിനനുസരിച്ച് ആരോഗ്യ മേഖലയ്ക്കും പുരോഗമിക്കാതിരിക്കാൻ കഴിയില്ല. എക്യുപ്മെൻറ്റ്സ് വൈസായിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ വൈസായിട്ട് ഹോസ്പിറ്റൽസിന് വളരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഇത് കൊണ്ടു നടക്കുകയും ബിസിനസ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സംഗതിയായി മാറുന്നു. വലിയ ലോണൊക്കെ എടുത്തിട്ടാണ് പലപ്പോഴും ബിൽഡിങ്സ് പണിയുന്നതും അതുപോലെ തന്നെ ഈ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നത്. ഇതിൻ്റെ ലോണിൻ്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് പലപ്പോഴും വലിയൊരു ബാധ്യതയായിത്തീരുന്നു. വേറൊന്ന്, ഈ പേഷ്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന വലിയൊരു വ്യത്യാസമാണ്. ഇപ്പോൾ പേഷ്യൻസിന് ഡോക്ടേഴ്സിന് വിശ്വാസമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പം പേഷ്യൻ്റ് ഡോക്ടർ വഴക്കുകൾ കൂടുന്നു, കേസുകളിലേക്ക് എത്തുന്നു. കേസുകളിലെത്തുന്ന സമയത്ത് പലപ്പോഴും കോടതികൾ പേഷ്യൻസിന് അനുകൂലമായി നിൽക്കുന്നു. ഡോക്ടേഴ്സിൻ്റെത് ഒരു തൊഴിൽ എന്നതിനേക്കാളേറെ ഒരു സേവനമെന്ന് കാണുകയും പേഷ്യൻസിന് ലഭിക്കേണ്ടത് തീർത്തും ഒരു ഉപഭോക്താവിന് ലഭിക്കേണ്ട സംഗതി എന്ന നിലയ്ക്ക് കാണുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ വീഴ്ചകൾക്ക് വലിയ അടി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് ആത്യന്തികമായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ സ്ട്രെയിനായി വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വേറൊന്ന്, സോഷ്യൽ മീഡിയയാണ്. ചെറിയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് വലുതായി വളർത്തി ഹോസ്പിറ്റലുകൾക്കെതിരെ വലിയ പരസ്യം നൽകുന്നു, അല്ലെങ്കിൽ വലിയ തോതിൽ അതിനെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരുപക്ഷെ 1-2 ജനറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലുകളൊക്കെയാണ് പലപ്പോഴും വിറ്റ് പോകുന്നത്. അപ്പോൾ പുതിയ ജനറേഷനിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ച് പഴയ ജനറേഷനിൽ പെട്ട ആളുകളെടുത്ത് ഒരു സ്ട്രെയിൻ ഒന്നും എടുക്കാൻ അവർ തയ്യാറല്ല. ഒന്ന്, അവരുടെ ജീവിതമൊക്കെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു സാധനം ചുമന്ന് നടക്കുന്നത് എന്നൊരു ചിന്ത. അപ്പം അത്തരത്തിൽ വരുന്ന സമയത്ത് വലിയ ഓഫറുമായി വരുന്ന ഇത്തരം ആളുകൾക്ക് ഈ ഹോസ്പിറ്റൽസ് വിറ്റൊഴിവാക്കുക എന്നൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് കണ്ട കാര്യം. ഇനി ന്യൂ ജനറേഷൻ ഹോസ്പിറ്റലുകളിൽ
പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഡോക്ടർ നമ്മൾ നോക്കുന്നതിന് മുമ്പ് തന്നെ 100,000 ടെസ്റ്റുകളുടെ ലിസ്റ്റിംഗ് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ ലബോറട്ടറിയിലെ ബ്ലഡ്, യൂറിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെസ്റ്റുകൾ മുതൽ സ്കാനിങ് മെഷീനകത്ത് കയറി ഇറങ്ങേണ്ട കാര്യങ്ങൾ വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. പണ്ടത്തെ നിലയ്ക്ക് ഒരു ഡോക്ടർ ഒരു സാധാരണ ഡയഗ്നോസിസ് വഴി തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് സ്കാനിങ് മെഷീൻ വഴി മാത്രമേ ഡോക്ടർമാർ തീരുമാനിക്കുകയുള്ളൂ. അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ചിലപ്പം ഒരു ഡോക്ടർക്ക് വരാവുന്ന 100-ൽ 1 പിഴവ് അത് നാളെ ഒരു മെഡിക്കൽ കേസായി വന്നേക്കാം എന്നൊരു ഭയം ഡോക്ടർക്കുണ്ട്. ആ ഭയം, ആ 100-ൽ 1 ഒരു 1% ചാൻസ് അതൊരു സ്കാനിങ് മെഷീൻ വഴി ഒഴിവാക്കിയേക്കാം. ഒരു സ്കാനിങ്ങിന് ചിലവാകുന്ന ചിലപ്പോൾ 4,500, 5,000, 6,000, 10,000 രൂപയ്ക്ക് പേഷ്യൻ്റ് ചെയ്യുന്നല്ലേ പോകുന്നു. ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെ ആക്രമിക്കുമ്പോൾ ഡോക്ടർമാർക്ക് പേഷ്യൻറ്റിന് മേലുള്ള വിശ്വാസം കുറയും. ഈ പരസ്പര വിശ്വാസം കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മെഷീൻസിലേക്ക് പോകും. അത് ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വെച്ച് റൺ ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. A to Z മെഷീനുകൾ മുഴുവൻ പേഷ്യൻസിനെ കയറ്റി ഇറക്കുകയും വലിയൊരു ബില്ല് പേഷ്യൻ്റ് കയ്യിൽ കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു എക്കണോമിക് സാഹചര്യത്തിൽ നമുക്ക് താങ്ങാൻ പറ്റും എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം മേഖലകളിൽ പണം മുടക്കുന്നത് എന്നുള്ളൊരു വാസ്തവമാണ്. മാത്രമല്ല, നമ്മൾ A to Z ഉള്ള ടെസ്റ്റുകൾ മുഴുവൻ ചെയ്താണ് പോകുന്നതെങ്കിൽ ഒരു കോർട്ട് ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനും ഹോസ്പിറ്റൽസിന് എളുപ്പമായിരിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനിടയിലൂടെയാണ് പെട്ടെന്ന് കഴിഞ്ഞ മാർച്ചിൽ ഒരു നേഴ്സ് സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ സമരം പെട്ടെന്ന് കേരളത്തിൽ വ്യാപകമായി വരുന്നു. നിശ്ചയമായിട്ടും നേഴ്സിംഗ് മേഖല എല്ലാ തൊഴിൽ മേഖലയും എന്നതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങളുള്ള മേഖലയാണ്. സാലറി കുറവ്, സേവന വ്യവസ്ഥകളുടെ പ്രശ്നം, റെസ്റ്റ് കിട്ടുന്നില്ല, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു, ധാരാളം പരാതികളുള്ള മേഖലയാണ് എന്നുള്ളത് നിശ്ചയമായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. എല്ലാ തൊഴിൽ മേഖലയിലും പ്രശ്നമുണ്ട്, ഈ തൊഴിൽ മേഖലയിലും പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ തലപ്പത്തേക്ക് വന്ന വ്യക്തി തികച്ചും അസ്വാഭാവികമായൊരു വ്യക്തിയായിട്ട് കേട്ട സമയം മുതലേ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ആ വ്യക്തിയുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരു ചാനൽ കൂടുന്നു. കേരളത്തിൽ വളരെ പ്രമുഖമായ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ ഈ ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഈ വ്യക്തികളുടെ ശരികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അയാളുടെ മേന്മകളെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ചാനൽ പെട്ടെന്ന് അതിൻ്റെ പുറകെ ചാടിയിറങ്ങുന്നു. ഈ ചാനൽ നിശ്ചയമായിട്ടും വെസ്റ്റേൺ ഇൻട്രസ്റ്റുമായി പ്രവർത്തിക്കുന്ന ചാനലാണെന്നുള്ളത് നിരന്തരമായിട്ട് അതിൻ്റെ പുറകിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 2-3 വർഷമായിട്ട് ഞാനും ഇത് കേൾക്കുന്നുണ്ട്. ആ ചാനലിൻ്റെ നിറം മാറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് പുറകെ പോകുന്നൊരു ചാനലാണ് എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ചാനൽ ഇതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും, ഈ വ്യക്തിയെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവരും. വേറൊരു ചാനലുകാരൻ ആ വ്യക്തിയുടെ വിദേശ ബന്ധങ്ങളും അതുപോലുള്ള ബന്ധങ്ങളും ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ട് വേറൊരു ചാനലുകാരൻ ഓപ്പോസിറ്റ് വരുന്നു. എന്തായാലും ശരി, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകാരനായിരിക്കണം കൂടുതൽ പ്രശസ്തി നേടിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസ്യത നേടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. കാരണം ആളുകൾ അങ്ങനെയാണ്, അവരെ സംബന്ധിച്ച് ന്യൂസ് എന്ന് പറയുന്നത് എടുത്തങ്ങ് വിശ്വസിക്കുക എന്നുള്ളൊരു പൊതു സ്വഭാവമുണ്ട്. അത് എളുപ്പത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിങ്ങനെ നടക്കുന്നു. അതിനിടയിലൂടെ എല്ലായിടത്തും സമരം തീരുന്നു. ബാക്കി എല്ലായിടത്തും സമരം തീർന്നു, തൃശ്ശൂർ മാത്രം സമരം തീരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ചാനലുകാരൻ പറയുന്നത് മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ 6,000 മുതൽ 16,000 രൂപ വരെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ നേഴ്സ് സമരത്തിൻ്റെ തുടക്കത്തിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് 40,000 രൂപ അടിസ്ഥാന ശമ്പളം കിട്ടണം എന്നുള്ളതാണ്. 40,000 രൂപയാണ്, 40,000 രൂപ അടിസ്ഥാന ശമ്പളം കിട്ടണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. അപ്പോൾ ഈ 6,000 മുതൽ 16,000 രൂപ വരെ കൂട്ടിക്കൊടുത്തു. 6,000 രൂപ ഒരുപാട് പേർക്കും 16,000 രൂപ ചിലപ്പോൾ ഒരാൾക്കുമായിരിക്കും കൂട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോഴും എവിടെയെങ്കിലും ഇത് 40,000-ൽ എത്തിയിട്ടുണ്ടോ എന്ന് ചാനലുകാരൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 40,000-ൽ എത്തിയോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇവരുടെ ആവശ്യം 40,000 ആയിരുന്നില്ലേ? അപ്പോൾ 40,000 കിട്ടിയിട്ടാണോ ഇവർ സമരം നിർത്തിയത്? അല്ല, 6,000 മുതൽ 16,000 വരെ ശമ്പളം കൂട്ടിക്കൊടുത്തത് കൊണ്ടാണ് സമരം നിർത്തിയത് എന്നാണ് പറയുന്നത്. ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കൊടുക്കുന്ന ഏറ്റവും മിനിമം സാലറി ആയിട്ട് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് 21,000 രൂപയാണ്. അതിന് മേലോട്ട് 40,000, 50,000 ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ 21,000 രൂപ സാലറി കിട്ടാത്ത എത്രയോ ആശുപത്രികളെ എനിക്ക് നേരിട്ടറിയാം. ഈ പ്രദേശങ്ങളിലെ കൊച്ചു കൊച്ചു ആശുപത്രികളിൽ അതിനേക്കാളൊക്കെ എത്രയോ താഴെയുള്ള സാലറി കൊടുത്തിട്ടാണ് നേഴ്സുമാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നേഴ്സുമാർക്ക് സാലറി കിട്ടണ്ടെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അവർ 40,000, 50,000 ഒക്കെ വാങ്ങിക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പറഞ്ഞതാണ്. ഈ 6,000 മുതൽ 16,000 വരെ വർദ്ധിപ്പിച്ചപ്പോഴും ഈ പറയുന്ന 40,000-ൽ എത്തിയോ? കൂടാതെ ഇത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ തൃശ്ശൂരെ ഹോസ്പിറ്റൽ, ദാറ്റ് അമല ഹോസ്പിറ്റലിനെ കഴിഞ്ഞും കൂടുതലാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായോ? ഈ കാര്യവും അദ്ദേഹം പറയുന്നില്ല. അല്ലെങ്കിൽ ഈ 6,000 മുതൽ 16,000 വരെ കൂട്ടിക്കൊടുത്തപ്പോൾ ഈ തൃശ്ശൂരെ 2 ഹോസ്പിറ്റലിൽ കിട്ടുന്ന സാലറി കഴിഞ്ഞും കൂടുതലായോ എന്നുള്ള കാര്യവും ഇദ്ദേഹം പറയുന്നില്ല. കൂടാതെ അദ്ദേഹം പറയുന്നത്
രാജഗിരി ഹോസ്പിറ്റലിൽ സമരം ഒത്തുതീർന്നു. പക്ഷേ അതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള അമല ഹോസ്പിറ്റലിലെ സമരം ഒത്തുതീർന്നില്ല എന്നാണ്. അപ്പോഴും ചാനലുകാരൻ പറയുന്നില്ല രാജഗിരിയിലും അമലയിലും രണ്ട് തരത്തിലുള്ള സാലറിയാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സമരത്തെ തൃശ്ശൂർ കൊണ്ടു നിർത്തുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ മാത്രം സമരം തുടരുന്നു. അമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അമലയിലും മറ്റേ മിഷൻ ഹോസ്പിറ്റലും മാത്രമാണ് സമരം. തൃശ്ശൂർ വേറെ ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ രണ്ട് ഹോസ്പിറ്റലുകളാണ് കാര്യമായിട്ട് സമരം നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഈ രണ്ട് ഹോസ്പിറ്റലുകളാണ്. ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസ്യതയുള്ള ഹോസ്പിറ്റലുമാണ്. ഏറ്റവും നല്ല ശമ്പളം, കേരളത്തിലെ ഏറ്റവും നല്ല സാലറി ഈ രണ്ട് ഹോസ്പിറ്റലിലാണ് കിട്ടുന്നതെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. സമരക്കാരോ ചാനലുകാരനോ ഇത് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടും ഇല്ല. സമരം ഇവിടെ തുടർന്നു. 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്നുള്ള ആവശ്യമായി പോകുന്നു. ഇനി സമരം തുടരുന്നതിനിടയിലൂടെ ഇവരൊരു മീഡിയേഷനുമായി ബന്ധപ്പെട്ട് നേഴ്സസ് അസോസിയേഷൻ UNA എന്ന് പറയുന്ന അസോസിയേഷൻ ഒഫീഷ്യലായി തൃശ്ശൂർ ബിഷപ്പായിട്ടുള്ള ആൻഡ്രൂസ് താഴത്തെ ബിഷപ്പിനെ ഈ ഒരു സമരത്തിൽ മീഡിയേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുന്നു. ബിഷപ്പ് മീഡിയേറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതനുസരിച്ച് ജൂബിലി ഹോസ്പിറ്റലിൽ ഒരു മീഡിയേഷൻ ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നു. നേഴ്സസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനുള്ള ആളുകൾ വരുന്നു. മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അമല ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ മാനേജ്മെൻറ്റിൽ നിന്ന് ആളുകൾ വരുന്നു. സംസാരമുണ്ടാകുന്നു. ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നു. നേഴ്സസിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് മാനേജ്മെൻറ്റ് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ട് പിടിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് പോലും വിറ്റൊഴിവാക്കുന്നത്. അല്ലെങ്കിൽ അത് വിറ്റൊഴിവാക്കാൻ പോകുന്നില്ല. ഈ ഹോസ്പിറ്റൽ റണ്ണിങ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും, സാമ്പത്തിക വിഷയങ്ങൾ മാത്രമല്ല, നിരന്തരമായി ജീവനുമായി ഇടപെടുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ അങ്ങേയറ്റം റിസ്കി ബിസിനസ്സാണ്. അപ്പോൾ ഇത് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഒഴിവാക്കി പോകുന്ന ഒരു മേഖലയിൽ ഇത് തുടരുന്നവർക്ക് അതിൻ്റെതായ സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അവർ ബിഷപ്പിൻ്റെ അടുത്ത്, മീഡിയേറ്ററായി വന്നുള്ള ബിഷപ്പിൻ്റെ അടുത്ത് അവരുടെ സ്ട്രെയിനും കാര്യങ്ങളും അവർ പ്രസൻറ്റ് ചെയ്യുന്നു. നേഴ്സസ് അവരുടെ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്നു. ബിഷപ്പിന് മീഡിയേഷൻ ഒരു തീരുമാനത്തിലെത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴവർ അവസാനമായി നേഴ്സസ് ഉന്നയിച്ച ഒരു സംഗതി, ഒരു താൽക്കാലിക ഇൻക്രിമെൻ്റ് കൊടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു എന്നും മാനേജ്മെൻറ്റ് അത് നിരാകരിച്ചു എന്നും ആണ് പറയപ്പെടുന്നത്. എന്തായാലും ശരി, ഈ മീഡിയേഷൻ കഴിഞ്ഞ് ടോക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരക്കാരെ എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രീ പ്ലാൻഡ് ആണ് എന്ന് നിശ്ചയം. കാരണം ചർച്ച പൊളിയും എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് സമരമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ചർച്ചയ്ക്ക് ഇവർ പ്രവേശിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് ഒരു സമരം ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല. ഒരു ചർച്ച കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് പോയ ആളുകൾ പുറത്തു വന്ന് സംഘടനയോട് അത് ഒഫീഷ്യലായി വിശദീകരിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു റെസ്പോൺസ് വരേണ്ടത്. ഇത് ചർച്ച ചെയ്തവർ മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ ചർച്ച ചെയ്യാൻ പോയവർ എന്ത് പറഞ്ഞുവെന്നോ അവർക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നോ അറിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ സമരം ആരംഭിക്കുന്നു. കൂടാതെ സമരം കുറച്ച് നേരം കഴിഞ്ഞ് ചലോ ബിഷപ്പ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് സമരം പോകുന്നു. ബിഷപ്പ് ഹൗസിന് ഇതുമായി എന്താണ് ബന്ധം? മീഡിയേഷന് വേണ്ടി അവർ വിളിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. മീഡിയേഷൻ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യാം. മീഡിയേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവർ പറയുന്നത്, ചാനലുകാരൻ പറയുന്ന പ്രധാനപ്പെട്ട പരാതി ഉടനെ തന്നെ ചാനലുകാരൻ ഇടപെടുന്നു. കാരണം ഈ സമരം ലീഡ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു, ഈ ബിഷപ്പ് ഇവരെ നമുക്കൊന്നിച്ച് സർക്കാരിനടുത്ത് ചർച്ചയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് ചാനലുകാരൻ പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് സർക്കാരിനടുത്ത് പോകാം എന്ന് പറയുന്നത് ആക്ഷേപമാവുന്നത്? കാരണം ഇത്തരം വിഷയങ്ങളിൽ ആത്യന്തികമായി ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. മിനിമം സാലറി എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്. ഒരു തൊഴിലിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്. ഇതൊക്കെ നിശ്ചയിക്കേണ്ടത് സർക്കാരായിരിക്കെ അവിടെ ചർച്ചയ്ക്ക് പോകാമെന്ന് പറയുന്നത് എങ്ങനെയാണ് ആക്ഷേപിക്കലായിരിക്കുന്നത്? അത് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു എന്നാണ് ആക്ഷേപിക്കലായിട്ട് ഇദ്ദേഹം കണ്ടത്. അത് ഒന്നിച്ചു പോകാമെന്ന് പറയാനുണ്ടായ കാരണം ബിഷപ്പ് ഇവിടെ മീഡിയേറ്ററാണ് എന്നുള്ളതാണ്. ബിഷപ്പ് ഒരു കക്ഷിയുടെ ആളായിട്ടല്ല അവിടെ പോയത്, മീഡിയേറ്ററായിട്ടാണ് പോയത്. നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ബിഷപ്പിന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് രണ്ട് ഭാഗത്തും ഇരിക്കുന്നത്. രണ്ട് ഭാഗത്തുള്ളവർ അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. രണ്ടും ശരിയാണെന്ന് ബിഷപ്പിന് തോന്നി. തീരുമാനത്തിൽ ഇവർ പറയുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. അതല്ലേ സാധാരണ ഇതിൽ സംഭവിക്കുക. അത് ഒഫീഷ്യലായിട്ട് ഒന്നെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ പ്രശ്നങ്ങളിൽ പറയാം. അത് എങ്ങനെയാണ് ഒരു ബന്ധിലേക്കോ അല്ലെ വിഷയങ്ങളിലേക്കോ അല്ലെങ്കിൽ ബിഷപ്പിനെ അപമാനിക്കുന്നതിലേക്കോ എത്തേണ്ട കാര്യം? അപ്പോൾ ചാനലുകാരൻ തൃശ്ശൂർ ബിഷപ്പിൻ്റെ എന്താ പറയുക മർക്കട മുഷ്ടി എന്നൊക്കെയുള്ള നിലയിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മീഡിയേറ്ററായി വന്ന ആൾക്ക് എന്ത് മർക്കട മുഷ്ടിയുടെ വിഷയമാണുള്ളത് എന്നുള്ളതും അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഈ
ഗവൺമെൻറ് ശമ്പളം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പലപ്പോഴും പരാതിയായിട്ടുള്ളത്. ഗവൺമെൻറ് ശമ്പളവും പ്രൈവറ്റ് മേഖല ശമ്പളവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? വിദ്യാഭ്യാസ മേഖല തന്നെ നിങ്ങൾ നോക്കും. ഗവൺമെൻറ് അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളമാണോ വിദ്യാഭ്യാസ മേഖല പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുക? ഗവൺമെൻറ് മേഖല സാലറി വളരെ കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, ഈ ചാനൽ മുതലാളിയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ദൂരദർശൻ സ്റ്റാഫിൻ്റെ ശമ്പളം കിട്ടും? നിശ്ചയമായിട്ടും ഇല്ല. ഗവൺമെൻറ് മേഖലയിൽ സാലറി, അതുകൊണ്ടാണ് ഗവൺമെൻറ് മേഖല അത്രയും അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. ഗവൺമെൻറ് മേഖലയ്ക്ക് വേണ്ടി ആളുകൾ ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടി PSCയിലൊക്കെ ആളുകൾ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാരണം ആ മേഖലയിൽ സാലറി കൂടുതലുള്ളത് കൊണ്ടാണ്. ഗവൺമെൻറ് റൺ ചെയ്യുന്ന പൊതുജനത്തിൻ്റെ പൈസ കൊണ്ടാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ലോണിലാണ് ഓടുക. ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കാനുള്ള പൈസ ആവശ്യമുണ്ട്. ഒരു മിനിമം എന്നതിലുപരി കൂടുതലൊന്നും ലാഭം ഇത്തരം മേഖലകളിൽ കിട്ടുകയില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത്തരം ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പേഷ്യൻസിന് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ലാഭം വളരെ കുറവായിരിക്കും. ആ ഉള്ള ലാഭം വെച്ചുകൊണ്ട് അവർക്ക് അത് ഓടിച്ചുകൊണ്ട് പോകണം. അത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ എല്ലാ മേഖലയിലും സാലറിയിലും ഒക്കെ വന്നു എന്നിരിക്കും. കൂടാതെ നമ്മൾ ഓർക്കണം, ഈ തൊഴിലെന്ന് പറയുന്നൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലുള്ള ആളുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നിശ്ചയമായിട്ടും ഒരു തൊഴിലിന് സാലറി നിശ്ചയിക്കപ്പെടുക. ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സിന് ഇപ്പോൾ എത്ര സാലറി കിട്ടുമെന്ന് പറയുന്നത്? ഒരു 40,000, 40,000 രൂപയാണ് കോഴിക്കോട് ഇന്ന് MBBS കഴിഞ്ഞ് ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് 6 കിട്ടുന്നത്. അപ്പോഴാണ് നേഴ്സുമാർ പറയുന്ന ആൾക്ക് 40,000 രൂപ ബേസിക് സാലറി വേണമെന്ന് അവർ പറയുന്നത്. ഡോക്ടർമാർക്ക് 35,000 മുതൽ 40,000 രൂപ വരെ MBBS കഴിഞ്ഞ ഒരു ഡോക്ടർക്ക് കിട്ടുന്നുള്ളൂ. ഡോക്ടർമാരെ കഴിഞ്ഞും കൂടുതൽ സാലറി നേഴ്സുമാർ വാങ്ങുന്നത് എനിക്ക് പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതല്ല, കിട്ടുന്നെങ്കിൽ വാങ്ങിക്കോട്ടെ. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ തൊഴിൽ മേഖലയിലെ അവസ്ഥ എന്നുള്ളൊരു വസ്തുതയാണ്. ദുബായിൽ കിട്ടുന്ന ശമ്പളം കേരളത്തിൽ കിട്ടില്ല, യൂറോപ്പിൽ കിട്ടുന്ന ശമ്പളം കേരളത്തിൽ കിട്ടില്ല. ഒരിക്കലും ചാനലുകാരൻ്റെ ചാനലിൽ തന്നെ സംസാരിച്ച ഒരു നേഴ്സ് പറയുകയുണ്ടായി, അവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ യൂറോപ്പിലേക്ക് വർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഈ നേഴ്സിനും പോകാൻ സാധിക്കുമായിരുന്നു. അവരെന്തുകൊണ്ട് പോയില്ല? കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം ശരിക്ക് കളിക്കുന്ന കാര്യമെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ ന്യൂ ജനറേഷൻ ഹോസ്പിറ്റലുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിൽ വന്നപ്പോഴും അവർക്ക് തൃശ്ശൂർ കാല് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പുതിയതായിട്ട് തുടങ്ങിയ ന്യൂ ജനറേഷൻ ഹോസ്പിറ്റലുകളുടെ സാധാരണ രീതി, അല്ലെങ്കിൽ ഈ വിദേശ മാഫിയകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ ഒരു പ്രധാന രീതി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അവർ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് വൻ വിജയമായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ദീർഘകാലമായിട്ട് വലിയ സൽപ്പേര് വാങ്ങിയെടുത്ത ആശുപത്രികളാണ് ഇവർ വലിയ വില കൊടുത്ത് തന്നെ വാങ്ങിയെടുത്തിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മറിച്ച് ഇവർ തുടങ്ങിയ പുതിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവർ തന്നെ പലയിടത്തും ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനോട് സ്റ്റാർട്ട് ചെയ്ത ഹോസ്പിറ്റൽസ് ഒക്കെ പരാജയമാണ്. ഒരു സ്ഥലത്തേക്കും ആരും പോകുന്നില്ല. നേരെ മറിച്ച് ഈ പഴയ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ വാങ്ങിച്ചെടുത്തതെല്ലാം വലിയ തോതിൽ അങ്ങേയറ്റം വിജയകരമായി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം മലബാർ മേഖല കോഴിക്കോടാണെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് 2 ഹോസ്പിറ്റൽസ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് മലബാർ മേഖലയിൽ മുഴുവനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ മലബാർ മേഖലയിൽ മുഴുവൻ ആ പേരിൽ പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ ഓരോ സിറ്റികളിൽ നിന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പേരുപയോഗിച്ച് ആ ഹോസ്പിറ്റലിൽ കൂടി അവർക്ക് ബിസിനസ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് ഇതുപോലെ പേരുള്ള 2 ഹോസ്പിറ്റൽ, ഈ കോഴിക്കോട്ടെയൊക്കെ പോലെ അല്ലെങ്കിൽ എറണാകുളത്തെ പോലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അവർ വാങ്ങിയെടുത്തതുപോലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ അമല ഹോസ്പിറ്റലും മിഷൻ ഹോസ്പിറ്റലുമാണ്. ഒരു കാലത്ത് കേരളത്തിലെ ക്യാൻസർ ചികിത്സയുടെ അവസാന വാക്കായിരുന്നു അമല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കേരളം മുഴുവൻ പേരുള്ള ഹോസ്പിറ്റലാണ്. അപ്പം അത്തരം ഹോസ്പിറ്റലുകൾ ഇവർക്ക് വാങ്ങിയെടുക്കാൻ കിട്ടില്ല. കാരണം കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഹോസ്പിറ്റലാണ്. കത്തോലിക്ക സഭയിലുള്ള ഹോസ്പിറ്റൽ ഒരെണ്ണം പോലും വാങ്ങിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഈ ഹോസ്പിറ്റൽ അവർക്ക് വാങ്ങാൻ കിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ തൃശ്ശൂർ ഒരു ആവറേജ് ഹോസ്പിറ്റൽ വേണമെങ്കിൽ അവർക്ക് വാങ്ങിക്കാം. പക്ഷേ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടണ്ടേ? കാരണം ഈ ഹോസ്പിറ്റലിനാണ് റെപ്യൂട്ടേഷൻ ഉള്ളത്. ആളുകൾ മുഴുവനിലേക്കേ പോവുള്ളൂ. മറ്റേതിലിപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അവിടേക്ക് ആളുകൾ വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റൽ നാറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് വാസ്തവത്തിൽ വാങ്ങാൻ പറ്റില്ല. പുതിയതൊരെണ്ണം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരെണ്ണം വാങ്ങിയാൽ അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് നാറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതൊരു നാറ്റിക്കൽ പരിപാടി ആയിരുന്നില്ലേ എന്ന് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥയുടെ, അതായത് ബിഷപ്പിനെ മീഡിയേറ്ററായിട്ട് വിളിക്കുന്നു, ചർച്ച നടത്തുന്നു, ചർച്ചയുടെ തീരുമാനം അറിയുന്നതിന് മുന്നേ സമരം ഓർഗനൈസ് ചെയ്യുന്നു, സമരം തുടങ്ങിയ ഉടനെ ബിഷപ്പ് ഹൗസിലേക്ക് എല്ലാവരും കൂടി ഓടുന്നു. ഈ സംഗതി കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ബിഷപ്പിനെ കരിവാരി തേച്ച് ക്രിസ്ത്യൻ ആശുപത്രികളെയും സ്ഥാപനങ്ങളെയും ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത് എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് ബിഷപ്പ് ഒരു പാർട്ടിയല്ല, അദ്ദേഹം മീഡിയേറ്ററായിട്ട് പോയതാണ്. അപ്പം അതിനെക്കുറിച്ച് ചാനൽ മുതലാളി പലതവണ വീഡിയോകൾ ചെയ്യുന്നു. ബിഷപ്പാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പക്കാരെന്ന് പറയുന്നത്. ബിഷപ്പ് അതിനകത്ത് നേരിട്ട് ഇടപെട്ട ആളെയല്ല, അവർ തന്നെ വിളിച്ചിട്ട് മീഡിയേഷന് വന്ന ആളാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇവർ വിചാരിക്കുന്നത് പോലെ ഈ ഹോസ്പിറ്റൽസിനെ ടാർണിഷ് ചെയ്യാൻ കഴിയില്ല.
കാരണം ഈ ഹോസ്പിറ്റലുകളുടെ സേവനം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും എന്നുള്ളത് ഒരു വസ്തുതയാണ്. മുഴുവനല്ല, ഈ ഹോസ്പിറ്റലുകളെ ഒരു ചെറിയ ശതമാനം സ്റ്റാഫ് മാത്രമാണ് സമരത്തിലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇത്തരമൊരു മാഫിയയുടെ ഇൻവോൾവ്മെൻറ്റ് ന്യായമായും നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയും ഇത് പ്രചരണം നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളും തീർത്തും സംശയാസ്പദമായ ആളുകൾ തന്നെയാണ് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം.